Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പെരുമ്പ ബസ് സ്റ്റോപ്പിന് എതിർവശത്തെ അവക്കാഡോ കഫേയിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയവർ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിച്ച് അധികൃതർ. വയസ്സുകാരനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വൈദികനെതിരെ പോക്സോ കേസ്. ചെറുപുഴ ചിറ്റാരിക്കാൽ അതിരുമാവ് സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ പോൾ തട്ടുപറമ്പിനെതിരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്തത്. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിലെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് കവർച്ച നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പയ്യന്നൂർ അന്നൂരിലെ വി രാധാകൃഷ്ണനാണ് ചന്തേര പോലീസിന്റെ പിടിയിലായത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന തിയേറ്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നു. പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ള തടസ്സമാണ് വെല്ലുവിളിയാകുന്നത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ പെരുമ്പ ബസ് സ്റ്റോപ്പിന് എതിർവശത്തെ അവക്കാഡോ കഫേയിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ ഏഴിലോട് കുഞ്ഞിമംഗലം രാമന്തളി സ്വദേശികൾ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിച്ച് അധികൃതർ. ഏഴിലോട് കുഞ്ഞുമംഗലം രാമന്തളി സ്വദേശികളായ റാസി, നഹിയാൻ, ഷാസിൻ, ഷിഫാൻ, അഹമ്മദ് എന്നിവർ ഫുട്ബോൾ കളിക്ക് ശേഷം പയ്യന്നൂർ പെരുമ്പ ബസ് സ്റ്റോപ്പിന് എതിർവശത്തെ അവക്കാഡോ കഫേയിൽ നിന്ന് അൽഫാം കഴിക്കുമ്പോഴാണ് ഇറച്ചിക്ക് അരുചിയും ദുർഗന്ധവും അനുഭവപ്പെട്ടത്. തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു. പയ്യന്നൂർ സ്റ്റേഷനിൽ നിന്നും SI KP ശശിധരനും ഒപ്പം നഗരസഭാ അധികൃതരും ഹെൽത്ത് വിഭാഗവും സ്ഥലത്തെത്തി. പരിശോധനയിൽ പഴകിയ ഭക്ഷണം കണ്ടെത്തി. തുടർന്ന് ഹോട്ടലിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കം പോലീസ് അധികാരികളടക്കം ഒരു പെരുമ്പ അവക്കാഡോ എന്ന സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾക്കാരുടെ പരാതിയെ തുടർന്ന് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഴകിയ സാധനങ്ങളാണ് അവർ ലഭ്യമാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചുകൊണ്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയസ്സുകാരനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വൈദികനെതിരെ പോക്സോ കേസെടുത്തു. അതിരുമാവ് സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ പോൾ തോട്ടുപറമ്പിലിനെതിരെയാണ് ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 16 വയസ്സുകാരനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോക്സോ നിയമപ്രകാരം അതിരുമാവ് സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെ ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തു. 2024 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലത്ത് പീഡനത്തിനിരയാക്കിയെന്നാണ് വിദ്യാർത്ഥി കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയത്. തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരെ വിവരമറിയിക്കുകയും ഇവരുടെ സഹായത്തോടെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു.
നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിലെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് കവർച്ച നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പയ്യന്നൂർ അന്നൂരിലെ വി രാധാകൃഷ്ണനാണ് ചന്തേര പോലീസിന്റെ പിടിയിലായത്. കവർച്ച നടത്തി മുങ്ങിയ രാധാകൃഷ്ണനെ കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് വരവെ ട്രെയിനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. വഴിപാടായി ലഭിച്ച സ്വർണവും വിഗ്രഹത്തിൽ ചാർത്താൻ നിർമ്മിച്ച രൂപങ്ങളും ഉൾപ്പെടെ 3.5 പവൻ സ്വർണവും വെള്ളി രൂപങ്ങളും 40,000 രൂപ ഉൾപ്പെടെ ഓഫീസിലെ അലമാര തകർത്ത് ഈ മാസം 4-ന് പുലർച്ചെ കവരുകയായിരുന്നു. ക്ഷേത്രനടയിലെ കിഴക്കേ ഭണ്ഡാരം തകർത്ത് അതിനകത്തെ പണവും കൊണ്ടുപോയിരുന്നു. ക്ഷേത്ര ഓഫീസിന്റെ വാതിലിലെ ഓടാമ്പൽ ഒടിച്ചാണ് വാതിൽ തുറന്നത്. നിരീക്ഷണ ക്യാമറ തിരിച്ചുവെക്കുകയും DVRന്റെ കേബിളുകൾ വലിച്ചിളക്കുകയും ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന തിയേറ്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നു. പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ള തടസ്സമാണ് വെല്ലുവിളിയാകുന്നത്. കലാമൂല്യമുള്ള ചിത്രങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആധുനിക രീതിയിൽ 100 സ്ക്രീനുകൾ നിർമ്മിക്കാനുള്ള സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നഗരസഭ കൈമാറിയ 50 സെന്റ് സ്ഥലത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. 30 വർഷത്തേക്ക് പ്രതിമാസം 25,000 രൂപ പാട്ടത്തുക നിശ്ചയിച്ചാണ് കരാർ. ഇന്റീരിയർ പ്രവൃത്തികൾ, ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. തിയേറ്ററിന്റെ ഭാഗമായി ഒരുക്കേണ്ട പാർക്കിംഗ് സൗകര്യമാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇതിനാവശ്യമായ 20 സെന്റ് സ്ഥലം പദ്ധതിക്കായി വിട്ടുകൊടുക്കുന്നതിന് സർക്കാരിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കോടി രൂപ ചെലവിലുള്ള തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണ ചുമതല കിറ്റ്കോ, ഐഡക് എന്നീ കമ്പനികൾക്കാണ്. 200 പേർക്ക് വീതം ഇരിക്കാവുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഡോൾബി അറ്റ്മോസ് തിയേറ്ററും സിൽവർ സ്ക്രീൻ തിയേറ്ററുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 4K പ്രൊജക്ഷൻ, 3D എന്നിവയും ഒരുക്കുന്നുണ്ട്. റിഫ്രഷ്മെന്റ്, ഫുഡ് കോർട്ട് തുടങ്ങിയവയും ഉണ്ടാകും. ഇതിന്റെ കൂടെയുള്ള പശ്ചാത്തല സൗകര്യത്തിന്റെ ഭാഗമായാണ് പാർക്കിംഗ് സൗകര്യം ആവശ്യമായി വന്നിരിക്കുന്നത്. പാർക്കിങ്ങിനായുള്ള സ്ഥലത്തിന്റെ അനുമതി ലഭിക്കാതെ വന്നാൽ തിയേറ്ററിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് ചെറുകുന്ന് ഭാഗത്ത് അപകടം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം അപകടം നടന്ന പുന്നച്ചേരിയിൽ പോലീസ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് ഭാഗത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. അപകടങ്ങളിൽ മരണങ്ങളും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ചെറുകുന്ന് പുന്നച്ചേരിയിൽ ഒരാഴ്ചക്കുള്ളിൽ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു. ഇതേ തുടർന്നാണ് കണ്ണപുരം പോലീസ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത്. പല സ്ഥലങ്ങളിലും ഡിവൈഡറുകൾ സ്ഥാപിക്കാത്തത് അപകടം വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. ഒട്ടേറെ തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. അതുപോലെ KSTP റോഡിലെ വെളിച്ചമില്ലായ്മയും സിഗ്നലുകൾ പ്രവർത്തിക്കാത്തതും അപകട കാരണമാണ്. അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ശാശ്വത പരിഹാരം എന്ന നിലയിൽ അടിയന്തരമായിട്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലെ ബാരിക്കേഡ് വെച്ചതിനെ കൊണ്ട് വലിയ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ചെറിയൊരു ആശ്വാസം കാണുന്നുണ്ട്. ചെറിയൊരു ഓവർ സ്പീഡ് ലേശം കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. അത് പോലീസ് അധികാരികൾ ചെയ്ത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത് ശാശ്വതമായ ഒരു പരിഹാരം വേണമെങ്കിൽ ഈ താവം മുതൽ ഇങ്ങോട്ടേക്ക് ഒരു ഡിവൈഡർ സംവിധാനം എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക്, ഇപ്പം റോഡ് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളാണ്, അവർക്ക് നടന്നു പോകാൻ പറ്റാത്ത, ഫുട്പാത്ത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിന്നാലേ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പാപ്പിനിശ്ശേരി പഴയങ്ങാടി പാലങ്ങൾക്ക് മുകളിൽ റോഡ് തകർന്ന നിലയിലാണ്. പല സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകളും അപകട സൂചനാ ബോർഡുകളുമില്ല. പതിവായി നടക്കുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആലക്കോട് കരുവഞ്ചാൽ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 9 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടികൂടി. ആലക്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ നസീബ് CHന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. സ്കൂട്ടറിലും ഷോൾഡർ ബാഗിലുമായി വിൽപ്പനയ്ക്കായി എത്തിച്ച 9.9 കിലോഗ്രാം കഞ്ചാവാണ് ആലക്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ നജീബ് CHന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടികൂടിയത്. തേമംകുഴിയിൽ വീട്ടിൽ ജോഷി പ്രകാശ് എന്നയാളെ അറസ്റ്റ് ചെയ്തു. 1 മാസത്തോളമായി നടത്തിയ രഹസ്യ നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് ജോഷി പ്രകാശിനെ കരുവഞ്ചാലിൽ വെച്ച് പിടികൂടിയത്. മംഗലാപുരത്തു നിന്നും കഞ്ചാവ് വാങ്ങി മലയോര മേഖലയിൽ വിൽപ്പന നടത്തുന്നയാളാണ് ജോഷി പ്രകാശ്. എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് KV, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ തോമസ് TK, പ്രിവന്റീവ് ഓഫീസർ ഷിബു CK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P രാജീവ്, K പ്രണവ്, T ജിതിൻ, ആന്റണി സന്തോഷ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഗൂഗിൾ പേ വഴി പണം നൽകാമെന്ന് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി കബളിപ്പിച്ചെന്ന് റോട്ടറി വിൽപ്പനക്കാരിയായ ശശികല. കോറോം സ്വദേശിനിയായ ശശികല 1.5 വർഷത്തിലേറെയായി പയ്യന്നൂരിലും പരിസരങ്ങളിലും ലോട്ടറി വിൽപ്പന നടത്തുകയാണ്.
1.5 വർഷമായി പയ്യന്നൂരിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട് ശശികല. 6 മാസമായി സ്ഥിരമായി ശശികലയുടെ പക്കൽ നിന്നും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണ് തട്ടിപ്പുകാരനെന്ന് ശശികല പറയുന്നു. ഇയാളുടെ പേരോ നാടോ ശശികലയ്ക്കറിയില്ല. പക്ഷേ മിക്ക ദിവസങ്ങളിലും എത്തി ടിക്കറ്റ് എടുത്തു പോകുന്ന ആളെ സംശയിക്കുവാനും ഇടവന്നില്ല. കയ്യിൽ പണമില്ലെന്നും ഗൂഗിൾ പേ വഴി മാത്രമേ പണമയക്കാൻ കഴിയൂ എന്നും ആദ്യം തന്നെ ഇയാൾ പറഞ്ഞിരുന്നു. സ്വന്തമായി ഗൂഗിൾ പേ നമ്പർ ഇല്ലാതിരുന്ന ശശികല തന്റെ സുഹൃത്തിന്റെ ഗൂഗിൾ പേ നമ്പർ നൽകി. ആദ്യഘട്ടത്തിൽ കൃത്യമായി പണം നൽകി. അങ്ങനെ വിശ്വാസം നേടിയെടുത്തതോടെ പിന്നീട് പണം നൽകാതെ ടിക്കറ്റുകൾ സ്വന്തമാക്കി തുടങ്ങി. ആദ്യമൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതുകൊണ്ട് തട്ടിപ്പ് പിന്നെയും തുടർന്നു. അവസാനമായി അയാൾ എടുത്തുവെക്കാൻ പറഞ്ഞ ടിക്കറ്റുകൾ വാങ്ങാൻ ആരും എത്തിയില്ല. മാത്രമല്ല ഗൂഗിൾ പേ വഴി ലഭിക്കുവാനുള്ള പണത്തിനു വേണ്ടി പലതവണ ശശികലയും സുഹൃത്തുക്കളും ഇയാളെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല. ഇതോടെയാണ് കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യമായത്. 1.5 കൊല്ലം ഇടുന്ന ലോട്ടറി വിൽക്കുന്നത് 6 മാസത്തിലധികമായി. ഒരാൾ ലോട്ടറിയുടെ എടുക്കാൻ പറ്റുന്നുണ്ട്. അത് അവസാനമായി എടുത്ത ലോട്ടറിയാണ്. എനിക്ക് ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് സുബൈദ പറഞ്ഞ് അവരെ ഫോണിലേക്ക് അയക്കല്. ആദ്യം ഈ ടിക്കറ്റ് എടുത്താൽ അവരെ ഫോണിലേക്ക് അയക്കും. എൻ്റെ അയച്ചിട്ടാകുമ്പോൾ ഇപ്പം തീരെ അയക്കലില്ല. ഇപ്പോൾ കുറേ പൈസയായി തരാൻ. പിന്നെ ഇത് അവസാനമായിട്ട് എടുത്ത ടിക്കറ്റാണ്. അത് കൊണ്ടുപോയിട്ട് ബാക്കി എല്ലാ ടിക്കറ്റും കൊണ്ടുപോയിന്. എണ്ണീറ്റാകുമ്പോൾ ഞാൻ പൈസ അയക്കാൻ വേണ്ടി ഇതുവരെ അയച്ചിട്ട് അവരെ മാപ്പിള വിളിച്ചു, ഞാൻ ദിവസവും വിളിക്കും. ആ നമ്പറിലേക്ക് വിളിക്കും. അയാൾ ഫോൺ എടുക്കുന്നത്, അയാളുടെ ഫോൺ എപ്പം ബിസിയാണ്. ഇപ്പോൾ ഒരിക്കൽ എടുക്കൽ പിന്നെ 26 ടിക്കറ്റാണ്. അങ്ങനെ 4 ഓട്ടം എടുത്ത 26 അത് 40 ഉറുപ്പ്യ ഉണ്ടാകുമ്പോൾ അത് എടുത്തിട്ട് പിന്നെ ഇത് 18 ടിക്കറ്റ് അവസാനമായിട്ട് എടുത്ത്. ഇത് എടുക്കാൻ വന്നിട്ടുമില്ല. അതവിടെ വെച്ചാൽ ഞാൻ പൈസ അയക്കുമ്പം വരാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ പൈസ അയച്ചിട്ടില്ല, വന്നിട്ടുമില്ല. ഇങ്ങനെ കുറേ ആളിങ്ങനെ പറ്റിക്കുന്ന ആളുണ്ട്. സ്കൂട്ടറുമാർ പോകുന്ന ആൾ, ഓട്ടോറിക്ഷ പോകുന്ന ആളെല്ലാം ഇതാക്കി ഈശ തപ്പിയിട്ട് നമുക്കിപ്പോൾ ആരാന്ന് കള്ളന്മാരാന്നല്ല സത്യവാനാന്നല്ല ഈശയിൽ ഇങ്ങനെ തപ്പിയിട്ട് പറയേട്ടി പൈസ ഇല്ല, ഞാൻ ATM പോയിട്ട് എടുത്തിട്ട് വരാൻ. അങ്ങനെ കുറേ ആൾ പറ്റിച്ച് പോകുന്ന ആളുണ്ട്. നമ്മൾ ഇത് കൊണ്ട് പോയിട്ട് വേണം അരിമണിക്കാൻ. 2 കുഞ്ഞിനെയും 1 മോളെയും കൂടി നമ്മൾ ഇത് ലോട്ടറി വിറ്റിട്ട് വേണം നോക്കാൻ. ചെയ്യുന്ന ആൾ ചെയ്തോട്ടെ, അതിന് ഞാൻ ചോദിക്കാനൊന്നും പോകില്ല. ദൈവം ചോദിച്ചോട്ട്. വർഷങ്ങളോളം കല്ലും മണ്ണും ചുമന്നും കെട്ടിട നിർമ്മാണ തൊഴിലിനും പോയും ജീവിതം കരുപിടിപ്പിച്ച ശശികല കയ്യിലും കാലിലും നീരുവന്നു വീർക്കുന്ന അസുഖം മൂർച്ഛിച്ചതോടെയാണ് ലോട്ടറി വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്. തുച്ഛമായ വരുമാനമേ ലഭിക്കുന്നുവെങ്കിലും മകളും പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു അത്. 16 കൊല്ലം മുമ്പാണ് ശശികലയുടെ ഭർത്താവ് മരണപ്പെട്ടത്. പിന്നീട് വീട് എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു ശശികല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോകോത്തര ഫുട്ബോൾ പരിശീലന അക്കാദമിയിലേക്ക് ചെറുകുന്ന് ഒതയമാടത്ത് താമസിക്കുന്ന ടി ഋഷഭ് പ്രൊഫഷണൽ സ്പാനിഷ് ക്ലബ്ബായ വില്ലാറിയൽ ക്ലബ്ബ് ഡി ഫുട്ബോളിന്റെ ഔദ്യോഗിക പങ്കാളിത്ത അക്കാദമിയായ മലേഷ്യയിലെ വില്ലാറിയൽ മലേഷ്യ അക്കാദമിയാണ് മാട്ടൂൽ സെൻട്രൽ സ്വദേശി ചെറുകുന്ന് ഒതയമാടത്ത് താമസിക്കുന്ന ടി ഋഷഭ് പങ്കെടുക്കുന്നത്. വില്ലാറിയലിന്റെ ലോകോത്തര രീതികൾ പകർന്നു നൽകപ്പെടുന്നതിനാൽ അക്കാദമിയുടെ പരിശീലനം പൂർത്തിയാക്കുന്നതോടെ ഏത് കളിക്കളത്തിലും തിളങ്ങാനാകും. ഇതിലൂടെ അടുത്ത തലമുറയിലെ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാരെ സൃഷ്ടിക്കുകയാണ് അക്കാദമിയുടെ ലക്ഷ്യം. സൂപ്പർ ലീഗ് കേരളയും ആന്ത്രേസ് ഇനിയസ്റ്റ സ്കൗട്ടിംഗും സംയുക്തമായി കേരളത്തിൽ നടത്തിയ സ്കൗട്ടിംഗ് പ്രോഗ്രാമിലൂടെ 12 പേരെ തിരഞ്ഞെടുത്തത്. സെലക്ഷൻ ട്രയലിൽ 12,000-ഓളം പേരാണ് പങ്കെടുത്തത്. അടുത്ത ദിവസം തന്നെ 12 പേരും മലേഷ്യയിലേക്ക് യാത്ര തിരിക്കും. മുഴുവൻ ചെലവുകളും സൂപ്പർ ലീഗ് കേരളയാണ് വഹിക്കുക. കെ സുമതിയുടെയും അരുൺകുമാറിന്റെയും മകനാണ് ഋഷഭ്. പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഋഷഭും അമ്മ സുമതിയും പറയുന്നു. അവന് നല്ല പാഷനായിരുന്നു. ഫുട്ബോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എന്താ പറയാ, ഡെയിലി കളിക്കാനിലൊക്കെ പോകും. സ്കൂൾ ടൈം ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ടല്ലേ വരും. പിന്നെ ക്യാമ്പിന് പോവാറുണ്ട്. KT രഞ്ജിത്ത് ഫുട്ബോൾ അക്കാഡമിയിലാണ് കോച്ചിങ് ചെയ്തത് ആദ്യം മുതലേ. ഇപ്പോൾ ലാൻസ് ആഫ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. സ്കൂൾസ് സുബർദോ ഇതൊക്കെ ചെറുകുന്ന് സ്കൂളിന് വേണ്ടി ഞാൻ കളിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായ ഋഷഭിന് സ്കൂളിൽ അനുമോദനം നൽകി. അനുമോദന യോഗം മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ KV ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. R ഹിരേഷ് അധ്യക്ഷത വഹിച്ചു. ഷൈജ കൊട്ടിക്കാലിൽ, TK ദിവാകരൻ, ദീപ പുത്തലത്ത്, മനാഫ്, വിനോദ് ശ്രീകണ്ഠ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയ ദേശീയ പാതയോരത്ത് നാടിന്റെ ഉണർവായി നിന്നിരുന്ന ഒന്നായിരുന്നു വെള്ളൂരിലെ രാമൻകുളം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുറേ ഭാഗം നഷ്ടപ്പെട്ട രാമൻകുളത്തെ പയ്യന്നൂർ നഗരസഭ അതിന്റെ പ്രാധാന്യം കണ്ടറിഞ്ഞ് നിലനിർത്തിയെങ്കിലും
പഴയ രാമൻകുളം ഏവരുടെയും മനസ്സിൽ ഓർമ്മചിത്രമായി നിലകൊള്ളുന്നുണ്ട്. വെള്ളൂർ ദേശവാസികൾക്ക് ഏറെ ഗൃഹാതുരത്വം നിറഞ്ഞതാണ് വെള്ളൂരിലെ പഴയ രാമൻകുളം. മഴക്കാലമാകുമ്പോൾ ഇവിടെ പിന്നെ ഉത്സവത്തിന്റെ മേളമായിരുന്നു. നീന്താനായി എത്തുന്നവരെയും നീന്തൽ പരിശീലിപ്പിക്കുന്നവരെയും കൊണ്ട് കുളവും കുളക്കരയും നിറയും. ഇതിന്റെ കരയിൽ വലിയ ഒരു ആലുമുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ കുളം ദേശത്തെ അടയാളപ്പെടുത്തുന്നതുകൂടിയാണ്. വെള്ളൂർ തറവാട്ടിലെ രാമൻ പൊതുവാളാണ് ഈ കുളം 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയെടുപ്പിച്ചതായിട്ട് പറയപ്പെടുന്നു. 1953 വെള്ളൂരെ അച്ഛൻ ചിണ്ടൻ മൂത്ത പൊതുവാൾ ഇത് പയ്യന്നൂർ പഞ്ചായത്തിന് നൽകിയതായി പറയപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകൾ കുളിക്കാനും അലക്കാനും നീന്തിത്തുടിക്കാനും ഉപയോഗിക്കുന്ന നല്ല ശുദ്ധജലമുണ്ടായിരുന്ന ഒരു കുളമായിരുന്നു രാമകുളം. മനോഹരമായ പടവുകളും നല്ല തെളിഞ്ഞ വെള്ളവുമുള്ള ഈ കുളത്തിൽ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുളത്തിൽ വെച്ച് നീന്തി തുടിക്കാറുണ്ടായിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുറേ ഭാഗം നഷ്ടപ്പെട്ടെങ്കിലും നഗരസഭ ഇതിന്റെ പ്രാധാന്യം കണ്ടറിഞ്ഞ് കുളത്തെ നിലനിർത്തിയത് എന്തുകൊണ്ടും അഭിനന്ദനമർഹിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വീണ്ടും മഴയെത്തിയതോടെ നെൽപ്പാടങ്ങൾ ഉണർന്നു തുടങ്ങി. പാടത്ത് യന്ത്രങ്ങളും കർഷകരും തങ്ങളുടെ അധ്വാനം തുടങ്ങിക്കഴിഞ്ഞു. പാടമൊരുക്കാനും ഞാറ് നടാനുമുള്ള തിരക്കിലാണ് കർഷകർ. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയതോടെ വയലുകൾ ഉണരാൻ തുടങ്ങി. മിക്ക പാടശേഖരങ്ങളിലും ഞാറ് പറിച്ചു നടാനുള്ള തിരക്കിലാണ് കർഷകർ. 1ാം വിള കൃഷിയെടുക്കുന്ന വയലുകളിലാണ് കൃഷിപ്പണിക്ക് തുടക്കമായിരിക്കുന്നത്. നേരത്തെ കനത്ത മഴ പെയ്ത് വയലുകളിലെല്ലാം വെള്ളം കയറി മണ്ണ് പാകപ്പെട്ടിരുന്നു. ഞാറ് നട്ടത് മഴയിൽ ചീഞ്ഞുപോയ കർഷകരും കുറവല്ല. യന്ത്രസഹായത്തോടെയാണ് മിക്കയിടങ്ങളിലും കൃഷി ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ വിഷു കഴിഞ്ഞ ഉടനെ ലഭിക്കുന്ന വേനൽമഴയിൽ വിത്തിടുകയും ഇടവപ്പാതി തുടങ്ങിയ ഉടൻ പറിച്ചു നടുകയുമാണ് പതിവ്. തിരുവാതിര ഞാറ്റുവേല തുടങ്ങുമ്പോഴേക്കും ചെടി മണ്ണിലുറച്ചിരിക്കും. ഈ സമയക്രമമാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. നഷ്ടം സഹിച്ചും കൃഷി ചെയ്യാൻ ഇറങ്ങി തിരിച്ചവർക്കാണ് കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അപൂർവ ഇനം പക്ഷികളുടെ ഫോട്ടോ പകർത്തി ശ്രദ്ധേയനാവുകയാണ് കുട്ടി ഫോട്ടോഗ്രാഫർ ആദിൽ ആബിദ്. മടക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ നടക്കുന്ന ആദിൽ ആബിദിന്റെ അയ്യോത്തെ പക്ഷികൾ ശ്രദ്ധേയമായി. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുനാൾ തൊട്ട് പ്രകൃതിയും പക്ഷികളുമൊക്കെയായിരുന്നു ആദിൽ ആബിദിന്റെ ഇഷ്ടവിഷയം. ഫോട്ടോഗ്രാഫിയിൽ മികവ് തെളിയിച്ച പിതാവ് സൈനുൽ ആബിദിനോടൊപ്പം മിക്കയിടങ്ങളിലും സഞ്ചരിച്ച ആദിൽ ആബിദ് പ്രകൃതിയെയും പക്ഷികളെയും നിരീക്ഷിച്ചു തുടങ്ങി. ഇന്ന് മികച്ച ഒരു പരിസ്ഥിതി ഫോട്ടോഗ്രാഫറായി ആദിൽ മാറിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിക്കൊപ്പം പക്ഷി നിരീക്ഷണവും ആദിലിനുണ്ട്. 6ാം ക്ലാസ് മുതലാണ് ആദിൽ ഫോട്ടോഗ്രാഫി ഗൗരവത്തിലെടുത്തത്. അമ്മാവൻ സമ്മാനമായി നൽകിയ നിക്കോൺ D7500 ക്യാമറയിലാണ് ഇപ്പോൾ ഫോട്ടോകൾ എടുക്കുന്നത്. പക്ഷി നിരീക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവിനാഷ് രാജേന്ദ്രൻ അടക്കമുള്ള പരിസ്ഥിതി ഫോട്ടോഗ്രാഫർമാരിൽ നിന്നാണ് പഠിച്ചെടുത്തത്. മാതാവ് താഹിറ, സഹോദരങ്ങൾ ഷാന ആബിദ്, ഷാദിൻ ആബിദ്. ഫോട്ടോ പ്രദർശനം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ ഉദ്ഘാടനം ചെയ്തു. ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫർ എത്രയോ സമയങ്ങൾ, ചിലപ്പോൾ 1, 2, 3 ദിവസങ്ങൾ, മാസങ്ങളോളം തമ്പടിച്ചിട്ട് ഒരു ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോഴൊക്കെ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ എന്തിനാണ്, ഇതൊക്കെ ഇതിനാണ്, ഇതൊക്കെ കണ്ടു നോക്കിക്കേ. കാരണം എത്രയൊരു പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ആ കുട്ടിയെ ഫോട്ടോസ്. അപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന ആദ്യം, അതേപോലെ തന്നെ ഇവിടെ ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയത് പാരന്റ്സ് തന്നെയാണ്. PTA പ്രസിഡന്റ് സന്തോഷ് അയ്യോത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ CV സുരേഷ് ബാബു, സ്റ്റെഫി തോമസ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടത്തിവരുന്ന മധുരവനം പദ്ധതി 2ാം ഘട്ടത്തിലേക്ക്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കുള്ള കാസർഗോഡ് ജില്ലയിലെ 45 സ്കൂളിലാണ് മധുരവനം പദ്ധതി നടപ്പാക്കി വരുന്നത്. മധുരവനം പദ്ധതിയിൽ വിവിധ വിദ്യാലയങ്ങൾ നടന്ന വൃക്ഷത്തൈകൾ കുട്ടി പോലീസുകാരാണ് പരിപാലിച്ചു വരുന്നത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ 2ാം ഘട്ട മധുരവനം പദ്ധതിയിൽ റംബൂട്ടാൻ തൈനട്ട് SPC കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നടപ്പിലാക്കിയ ഒരു അഭിമാന പദ്ധതിയാണ് മധുരവനം പദ്ധതി. ആ മധുരവനം പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. ആദ്യ വർഷം നമ്മുടെ ജില്ലയിലെ 42 സ്കൂളുകളിലും
മധുരവനം പദ്ധതി, അതായത് ഫ്രൂട്ട്സ് ചെടികൾ മാത്രം നൽകിക്കൊണ്ട് നന്നായി നടപ്പിലാക്കിയിരുന്നു. ഇപ്രാവശ്യം അതിൻ്റെ 2ാം ഘട്ടമാണ് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തൃക്കേപ്പൂർ സ്കൂളിൽ റംബുട്ടാൻ്റെ ഒരു ചെടി നട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നാളെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക EK ബൈജ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ ശ്രീഷ്മ മുകുന്ദൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ K കൃപേഷ്, UK നിധിന, SPC പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് ഫാം സൂപ്രണ്ട് തൃക്കരിപ്പൂരിലെ PV സുരേന്ദ്രൻ മധുരവനം പദ്ധതിയിലേക്ക് വിവിധങ്ങളായ 100 ഫലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരികിലെ വെള്ളക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നു. മലയോര മേഖലകളിലടക്കം ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ കൈതപ്പുറം ഭാഗത്താണ് വാഹനയാത്രികർക്ക് ഭീഷണിയായി വെള്ളക്കെട്ടുള്ളത്. റോഡായാലും തോടായാലും മഴക്കാലത്ത് വെള്ളം കയറിയാൽ ദുരിതം തന്നെ. ഇത്തരത്തിൽ പിലാത്തറ മാതമംഗലം റോഡിലെ വെള്ളക്കെട്ട് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുകയാണ്. മലയോര മേഖലയിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിൽ കൈതപ്പുറം ഭാഗത്താണ് മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇവിടെ എല്ലാ മഴക്കാലത്തും സ്ഥിതി ഇങ്ങനെ തന്നെ. റോഡിലെ വളവും ഒപ്പം റോഡരികിലെ കാടും അതോടൊപ്പം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തെറ്റായ വശത്തു കൂടി ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളും ഏതു നിമിഷവും അപകടമുണ്ടാക്കുന്ന അവസ്ഥയാണിവിടെ. ഇതുവഴി കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഓവുചാൽ നിർമ്മിക്കണമെന്ന് നാളുകളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടായില്ല. ഉണർന്നു പ്രവർത്തിക്കാൻ ഒരു അപകടം സംഭവിക്കാൻ കാത്തു നിൽക്കാതെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കടിഞ്ഞാണില്ലാതെ കുതിക്കുകയാണ് കണ്ണട വിപണി. മുൻപൊക്കെ കാഴ്ച മങ്ങുമ്പോഴായിരുന്നു കണ്ണട വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഫാഷനും ട്രെൻഡും കണ്ണടകൾക്കുമുണ്ട്. കടിഞ്ഞാണില്ലാത്ത കണ്ണട വിപണിയിൽ കമ്പനികളും വിതരണക്കാരും കൊള്ളലാഭം കൊയ്യുകയാണ്. എണ്ണത്തിന് ആനുപാതികമായി കമ്മീഷൻ വർദ്ധിപ്പിച്ചു നൽകുന്ന രീതിയും ഈ രംഗത്തുണ്ട്. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കണ്ണടകളിൽ പൊതുവെ MRP രേഖപ്പെടുത്താറില്ല. സ്റ്റിക്കർ ടാഗുകളാകും മിക്കവാറും ഉള്ളത്. ഒരേ സ്ഥലത്ത് തന്നെയുള്ള കടകളിൽ ഒരേ തരം കണ്ണടകൾക്കുള്ള വിലയിലും വലിയ അന്തരമുണ്ട്. സർക്കാർ നിയന്ത്രിത ഘടനയില്ലാത്തതാണ് പ്രധാന കാരണം. പണ്ടൊക്കെ കാഴ്ച മങ്ങുമ്പോഴായിരുന്നു കണ്ണടകൾ വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് ഫാഷനും ട്രെൻഡിനുമനുസരിച്ച് കണ്ണടകളുണ്ട്. ഹെയർ സ്റ്റൈലിന് പാകമായ കണ്ണടകൾ വരെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ITയിലെ അന്താരാഷ്ട്ര വിദ്യാലയം, കൺവെൻഷൻ സെന്റർ എന്നിവയുടെ നിർമ്മാണത്തിനും മറ്റുമായി സാധന സാമഗ്രികൾ നൽകിയവരും പണം നൽകിയവരും കോടികൾ ലഭിക്കാനുണ്ടെന്നാരോപിച്ച് പ്രത്യക്ഷ സമരത്തിനിറങ്ങി. പരിഹാരമായില്ലെങ്കിൽ നിരാഹാരമടക്കമുള്ള കടുത്ത സമരത്തിനിറങ്ങുമെന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം ജില്ലകളിലെ 48 പേരിൽ നിന്നായി 20 കോടിയോളം രൂപ വാങ്ങി വഞ്ചിച്ചെന്ന് ആരോപിച്ചാണ് ITയിൽ സ്ത്രീകൾ ഉൾപ്പെടെ സമരത്തിനിറങ്ങിയത്. സ്കൂൾ ചെയർമാനെതിരെയാണ് ആരോപണവുമായി 20-ൽ പരം പേർ പ്രത്യക്ഷ സമരം നടത്തിയത്. വിവിധ നിർമ്മാണ ആവശ്യങ്ങൾക്ക് സാധന സാമഗ്രികൾ വാങ്ങി തുകയ്ക്ക് ചെക്കുകൾ നൽകിയും മറ്റുമായി 48 പേരെ വഞ്ചിച്ചതായാണ് സമരക്കാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 2019 മുതൽ തങ്ങൾക്ക് പണം നൽകാനുള്ളതായി ഇവർ പറഞ്ഞു. കണ്ണൂർ ചക്കരക്കല്ല് താറ്റിയോടി സ്വദേശി പ്രേമന്റെ കടയിൽ നിന്നും മാത്രം കെട്ടിട സാമഗ്രികൾ നൽകിയ വകയിൽ 21 ലക്ഷം രൂപ ബാധ്യത വന്ന സ്ഥാപന ഉടമ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്ന് പ്രേമന്റെ ഭാര്യ പ്രവിത പറഞ്ഞു. 25,000 രൂപ മുതൽ 2 കോടി രൂപ വരെ ലഭിക്കാനുള്ളവർ ഒത്തുചേർന്നാണ് പ്രതിഷേധ സമരം നടത്തിയത്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ നടത്താൻ നേതൃത്വം നൽകുമെന്ന് അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KV സുഷീർ, OT അബ്ദുൾ സാദിഖ്, PV ഫൈസൽ, പ്രവിത പ്രേമൻ, MTP ബഷീർ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ITയിൽ സമരം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ്, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പച്ചത്തുരുത്തുകൾ ഒരുങ്ങുന്നു. ഇതിനായി GHSS കുഞ്ഞിമംഗലം, അൽഫോൺസ സെൻട്രൽ സ്കൂൾ എടാട്ട് എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകൾ ശേഖരിച്ച് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന് കൈമാറി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അൽഫോൺസ സെൻട്രൽ സ്കൂളിലെയും ഹൈസ്കൂൾ കുഞ്ഞിമംഗലത്തിന്റെയും വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകൾ ശേഖരിച്ച് പൊതുസ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നതിനു വേണ്ടി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന് കൈമാറി. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ്, കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂർ എന്നിവിടങ്ങളിലായാണ് പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നത്. 4ാം വാർഡ് മെമ്പർ C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ച് തൈകൾ ഏറ്റുവാങ്ങൽ ചടങ്ങ് നടത്തി. നമ്മുടെ തികച്ചും മാതൃകാപരമായ ഒരു ചടങ്ങിനാണ് ഇന്നിവിടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ഇനി വരുന്ന തലമുറ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തുക എന്നതിൻ്റെ
അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ തന്നെ അവരവരുടെ വീടുകളിൽ നിന്ന് ഫലവൃക്ഷ തൈകൾ കൊണ്ടുവന്ന് അത് നമ്മുടെ പഞ്ചായത്തിനെ ഏൽപ്പിക്കുന്ന ഒരു ഏറെ തികച്ചും മാതൃകാപരമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ബേബി കെ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ മാസ്റ്റർ, അൽഫോൺസ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻഡി ജോൺ, കുഞ്ഞിമംഗലം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് പി കേശവൻ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ പെരുമ്പ ബസ് സ്റ്റോപ്പിന് എതിർവശത്തെ അവക്കാഡോ കഫേയിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയവർ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിച്ച് അധികൃതർ. പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വൈദികനെതിരെ പോക്സോ കേസ്. ചെറുപുഴ ചിറ്റാരിക്കാൽ അതിരുമാവ് സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ പോൾ തട്ടുപറമ്പിനെതിരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്തത്. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിലെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് കവർച്ച നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പയ്യന്നൂർ അന്നൂരിലെ വി രാധാകൃഷ്ണനാണ് ചന്ദേര പോലീസിന്റെ പിടിയിലായത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന തിയേറ്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നു. പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ള തടസ്സമാണ് വെല്ലുവിളിയാകുന്നത്. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.